ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന ബാലശങ്കരം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ബാലശങ്കരത്തിന്റെ 7ാമത്തെ സെക്ഷനാണ്. കുട്ടികൾക്ക്, വളർന്നു വരുന്ന കുട്ടികൾക്ക് സനാതന ധർമ്മത്തെക്കുറിച്ചും നമ്മുടെ സംസ്കൃതിയെക്കുറിച്ചും കുറിച്ചൊക്കെ അവലംബിക്കുവാനുള്ള അല്ലെങ്കിൽ പഠിപ്പിക്കുവാനുള്ള ഒരു ക്ലാസ്സാണിത്. വളരെ വ്യക്തമായും സ്പഷ്ടമായും കഴിഞ്ഞ 6 ക്ലാസ്സുകളിലൂടെ നമ്മുടെ ടീച്ചറായ ശ്രീമതി ഉഷ അന്തർജനം കുട്ടികൾക്ക് വളരെയധികം പ്രചോദനമേകുന്ന ക്ലാസ്സാണ് നടത്തിക്കൊണ്ട് വരുന്നത്. തീർച്ചയായും എല്ലാവർക്കും അത് ഫ്യൂച്ചർ നമ്മുടെ ഭാവിയിൽ അത് ഉപകാരപ്പെടുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ആദ്യമായി ഗുരുസ്മരണയിലേക്ക് കടക്കുന്നു. ഗുരുസ്മരണയ്ക്കായി ഏതെങ്കിലും ഒരു കുട്ടി മുന്നോട്ട് വന്ന് സദാശിവ സമാരംഭം എന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ. ഞാൻ ഉഷേട്ടത്തിയ വേദിയിലേക്ക് സാധനം ക്ഷണിച്ചുകൊള്ളുന്നു. ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ വന്ന് ജീവിച്ചോളും. ശാന്തി മന്ത്രം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ സരസ്വതി ചേച്ചി തന്നെ ചൊല്ലാം. സഹവീര്യം കരവാവഹേ തേജസ്വിനാപതിതമസ്തു മാ വിദ്വിഷാവഹേ. ഓം ശാന്തി ശാന്തി ശാന്തി. വളരെ സന്തോഷം. ഇനി നമുക്കൊരു ഗുരുസ്മരണ നടത്തണം. അതാരാണ്? ദേവിക, നാരായണം പത്മഭുവം അറിയാമോ? കേൾക്കാമോ? കേൾക്കാം. ഓം നാരായണം പത്മഭവം വസിഷ്ഠം ശക്തിം. സൗണ്ട് വേണം മോളെ, സൗണ്ട് കുറവാ. ഓം നാരായണം പത്മഭവം വസിഷ്ഠം ശക്തിം ച തത്പുത്ര പരാശരം ച വ്യാസം ശുഗം ഗൗഡപദം മഹാന്തം ഗോവിന്ദ യോഗീന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാരമന്യാൻ അസ്മത് ഗുരുൻ സന്തതമാനതോസ്മി. ജയശങ്കര. വളരെ സന്തോഷം മോളെ. ഒരു ഗണപതി സ്തുതി ചൊല്ലാൻ ആരുണ്ട്? അമൃതവർഷിണി ചൊല്ലുമോ? ഗണപതി ഭഗവാന്റെ ഏതെങ്കിലും? അർജുൻ മോനോ? അനഘ? ഓം ശ്രീ വക്രതുണ്ഡ. രാധാമണി ചേച്ചി ചൊല്ലുമോ? ഞാനാണോ? കുഞ്ഞുങ്ങളൊന്നും ഇല്ലേ? കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളല്ല, പുതിയ ആൾക്കാരാ. നമ്മുടെ ക്ലാസ്സിലെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ സ്തുതികളായിരുന്നു ഓർഡറിൽ നമ്മൾ ചൊല്ലി കുഞ്ഞുങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടി ഇനി നിങ്ങളെയൊക്കെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തതിനു ശേഷം ഗ്രൂപ്പിൽ ഒന്നുകൂടി ഇടാം. ഗണപതി സ്തുതി അല്ലേ? അതെ ഹലോ. അതെ അതെ, ഗണപതി സ്തുതി അല്ലാന്നല്ലേ പറഞ്ഞത്? അതെ 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 അതെ. ഉഷേട്ടത്തിയുടെ സൗണ്ട് കുറച്ച് കുറവാണോ സംശയമുണ്ട്. എനിക്ക് മാത്രമാണോ എന്നറിയില്ല. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടല്ലോ? വക്രതുണ്ട മഹാകായം കോടി സൂര്യ സമപ്രഭം നിർവിഘ്നം ഗുരു മേ ദേവ സർവകാര്യേഷു സർവദാ. വളരെ സന്തോഷം ചേച്ചി. സരസ്വതി സ്തുതിക്കായിട്ട് സരസ്വതി ചേച്ചിയെ തന്നെ വിളിക്കും. എന്താ ചേച്ചി?
സരസ്വതി സ്തുതിക്കായി സരസ്വതി ചേച്ചിയെ തന്നെ വിളിക്കുന്നു. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർ ഭവതു മേ സദാ. വളരെ സന്തോഷം ചേച്ചി. ഇന്ന് വന്നിരിക്കുന്ന കുഞ്ഞുങ്ങള് എനിക്ക് തോന്നുന്നു ദേവിക ഒഴികെ ബാക്കി എല്ലാവരും പുതിയ ആൾക്കാരാണ്. നമ്മുടെ സ്ഥിരം വരുന്ന കുഞ്ഞുങ്ങളെ ഒന്നും ഇന്ന് കണ്ടില്ല. സനാതന ധർമ്മശാസ്ത്രത്തിൽ കൂടി സനാതന ധർമ്മശാസ്ത്രം അനുശാസിക്കുന്ന ജീവിതചര്യയിൽ കൂടി നമുക്ക് എങ്ങനെ ഓരോ ദിവസവും മുന്നോട്ട് പോകാം, നമ്മുടെ ജീവിതം എങ്ങനെ നിത്യേനയുള്ള നമ്മുടെ ജീവിതം എങ്ങനെ ചിട്ടപ്പെടുത്താം തുടങ്ങിയ അറിവുകൾ ഉപനിഷത്തുകളിലും വേദങ്ങളിലും പറഞ്ഞിരിക്കുന്നവ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം 5 ക്ലാസ്സുകളിലായിട്ട് എടുത്തു കഴിഞ്ഞിരുന്നു. അതിലൊരു ക്ലാസ്സില് നമ്മള് സ്തുതികളായിരുന്നു പഠിച്ചിരുന്നത്. സഹനാവവതു എന്ന ശാന്തി മന്ത്രത്തോടെ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് മുമ്പ് ജപിക്കേണ്ടത്, രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പം ജപിക്കേണ്ടത്, കുളിക്കുന്നതിന് മുമ്പ് ജലത്തെ സപ്താദികളെ ആവാഹിച്ച് പവിത്രമാക്കേണ്ടത്, അങ്ങനെ രാത്രിയിൽ ഉറങ്ങുന്നത് വരെയുള്ള ഓരോ കാര്യത്തിനും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ ഉള്ള ക്ലാസ്സുകളിൽ എടുത്തു. നിങ്ങൾക്ക് യൂട്യൂബ് ലിങ്ക് ഇവിടെ തരാം. അത് നിങ്ങൾ കണ്ടിട്ട് അടുത്ത ക്ലാസ്സുകളിലേക്ക് നിങ്ങളും അതുപോലെ അതൊക്കെ പഠിച്ചിട്ട് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. എങ്കിലും നമ്മുടെ ഒരു ചിട്ടയ്ക്ക്, നമ്മുടെ ബാലശങ്കരത്തിന് ഒരു ചിട്ടയുണ്ട്. ആ ചിട്ടയ്ക്കനുസരിച്ച് നമുക്ക് അടുത്ത ക്ലാസ് മുതൽ മുമ്പോട്ട് പോകും. ഈ ഒരു ക്ലാസ്സിൽ പുതിയ ആൾക്കാർ മാത്രമായതുകൊണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ രാമായണമായിരുന്നു, ബാലകാണ്ഡമായിരുന്നു. ബാലകാണ്ഡം പറഞ്ഞ് പരിസമാപ്തിയിലെത്തി. ഇന്ന് അയോധ്യാകാന്ഡമാണ് തുടങ്ങേണ്ടത്. നിങ്ങൾക്ക് രാമായണമൊക്കെ അറിയാമോ? ബാലകാണ്ഡമൊക്കെ അറിയാമായിരുന്നോ? ഇല്ലെങ്കില് അയോധ്യാകാന്ഡം പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബാലകാന്ഡം അറിയാൻ വയ്യാതെ എങ്ങനെ അയോധ്യാകാന്ഡത്തിലേക്ക് പോകും? അങ്ങനെ ഒരു സംശയം നിൽക്കുന്നല്ലോ. ചേച്ചി, ഇന്നെല്ലാം പുതിയ കുട്ടികളല്ലയോ? എല്ലാവരും പുതിയ കുഞ്ഞുങ്ങളാണ്. അപ്പം ആ ബാലകാന്ഡം ലഘുവായിട്ട് അവർക്കൊന്ന് ഉപദേശിച്ചാട്ടെ. അതുപോലെ ഓരോ ദിവസത്തെ ക്ലാസ് കഴിയുമ്പോഴും ആ ദിവസം എടുത്ത ക്ലാസിന്റെ ഭാഗത്തെ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് യൂട്യൂബില് ഈ വീഡിയോ കാണും. അത് വീണ്ടും കേട്ടിട്ട് നിങ്ങൾ തന്നെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ടാക്കി നിങ്ങൾ 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് ഒരാൾ ചോദ്യം ചോദിക്കുക, ഉത്തരം അറിയാവുന്നവരെ ഉത്തരം പറയുക. ഇങ്ങനൊരു പ്രശ്നോത്തരി പരിപാടിയും കൂടെ നമ്മുടെ ഓരോ ദിവസവും നടക്കുന്നുണ്ടായിരുന്നു. ഇന്ന് പുതിയ ആൾക്കാർ മാത്രമായതുകൊണ്ട് നമുക്ക് ആ പ്രശ്നോത്തരിയൊക്കെ ഒഴിവാക്കാം. ബാലകാണ്ഡത്തെക്കുറിച്ച് ഒരു ചെറിയൊരു വിവരണം തന്നതിന് ശേഷം നമുക്ക് അയോധ്യാകാന്ഡത്തിലേക്ക് കടക്കാം. രാമായണം അറിയാമോ? ആദികാവ്യമാണ് രാമായണം. ആദികവിയായ വാൽമീകി മഹർഷി രചിച്ചതാണ്. രാമായണത്തിലെ 3 രാജ്യങ്ങളുടെ കഥയാണ് പറയുന്നത്. ഏതൊക്കെ രാജ്യങ്ങളുടെ? അയോധ്യ, കിഷ്കിന്ധ, ശ്രീലങ്ക. ഈ 3 രാജ്യങ്ങളുടെ കഥയാണ് പറയുന്നത്. അയോധ്യയിൽ ആരാണ്? മനുഷ്യരാണ്. ലങ്കയിൽ ആരാണ്? രാക്ഷസന്മാരാണ്. കിഷ്കിന്ധയിൽ ആരാണ്? വാനരന്മാര്, കുരങ്ങന്മാരാണ്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നോ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ
കോസല രാജ്യത്തെ രാജാവാണ് ദശരഥ മഹാരാജാവ്. കോസല രാജ്യത്തിന്റെ തലസ്ഥാനം അയോധ്യ, അവിടെ ആയിരുന്നു രാജധാനി. അവിടെ ദശരഥ മഹാരാജാവ് രാജ്യം ഭരിക്കാൻ തുടങ്ങിയപ്പോ, രാജാവായി അഭിഷേകമൊക്കെ കഴിഞ്ഞപ്പോ വിവാഹം കഴിച്ചു. ആദ്യം ഒരു വിവാഹം കഴിച്ചു കൗസല്യാദേവി, അതിൽ മക്കളുണ്ടായില്ല. വീണ്ടും ഒരു വിവാഹം കഴിച്ചു സുമിത്രാദേവി, അതിലും മക്കളുണ്ടായില്ല. അപ്പം വേറൊരു വിവാഹം കഴിച്ചു കൈകേയി, എന്നിട്ടും മക്കളുണ്ടായില്ല. അപ്പോഴ് കുലഗുരുവായ വസിഷ്ഠ മഹർഷിയോട് ഇനി എന്താണ് ചെയ്യേണ്ടത്, രാജ്യം ഭരിക്കാൻ ആളില്ലെങ്കിൽ എന്ത് ചെയ്യും, അനാഥമായി പോകും, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോഴ് വസിഷ്ഠ മഹർഷി പറഞ്ഞു, വൈഭാണ്ഡക മഹർഷിയെ ക്ഷണിച്ചു വരുത്തി അശ്വമേധയാഗം നടത്താം. അതിനുശേഷം ഋഷ്യശൃംഗ മഹർഷിയെ വിളിച്ചു വരുത്തി പുത്രകാമേഷ്ടി യാഗം നടത്താം. അങ്ങനെ വസിഷ്ഠ മഹർഷിയുടെ ഉപദേശപ്രകാരം ദശരഥ മഹാരാജാവ് വൈഭാണ്ഡക മഹർഷിയെ ക്ഷണിച്ചു വരുത്തി അശ്വമേധയാഗം നടത്തി. അതിനുശേഷം ഋഷ്യശൃംഗ മഹർഷിയെ ക്ഷണിച്ചു വരുത്തി പുത്രകാമേഷ്ടി യാഗം, പുത്രനെ ആഗ്രഹിച്ചുകൊണ്ടുള്ള യാഗം, ആ യാഗവും നടത്തി. പുത്രകാമേഷ്ടി യാഗത്തില് ആ യാഗാഗ്നിയിൽ നിന്ന്, അഗ്നികുണ്ഠത്തിൽ നിന്ന് അഗ്നിദേവൻ സ്വർണപാത്രത്തിൽ പായസവുമായി വന്ന് ദശരഥ മഹാരാജാവ് നൽകി. ദശരഥ മഹാരാജാവ് സന്തോഷപൂർവം ആ പായസം വാങ്ങി പകുതി തൻ്റെ ആദ്യ ഭാര്യയായ കൗസല്യാദേവിക്ക് കൊടുത്തു, ബാക്കിയുണ്ടായിരുന്നത് കൈകേയിക്കും കൊടുത്തു. അപ്പോഴ് പായസം സുമിത്രയ്ക്ക് കിട്ടിയില്ല. ഇത് മനസ്സിലാക്കിയ കൗസല്യ തനിക്ക് കിട്ടിയ പായസത്തിന്റെ പകുതി സുമിത്രയ്ക്ക് കൊടുത്തു. ഇത് കണ്ട കൈകേയി തനിക്ക് കിട്ടിയ പായസത്തിന്റെ പകുതി സുമിത്രയ്ക്ക് കൊടുത്തു. അപ്പൊ സുമിത്രയ്ക്ക് എത്ര പങ്ക് കിട്ടി? സുമിത്രയ്ക്ക് എത്ര പോഷൻ കിട്ടി? 2 പങ്ക്. 2. മിടുക്കി, ദേവിക മിടുക്കി. ഇതുപോലെ എല്ലാവരും ഉത്തരം പറയണം. അതുകൊണ്ട് സുമിത്രയ്ക്ക് 2 മക്കള്, കൗസല്യക്ക് ശ്രീരാമചന്ദ്രൻ, സുമിത്രയ്ക്ക് ലക്ഷ്മണൻ, സുമിത്രയ്ക്ക് 2 മക്കള്, ലക്ഷ്മണനും ശത്രുഘ്നനും, കൈകേയിക്ക് ഭരതനും. ഇത്രയും മക്കളൊക്കെയായി. വസിഷ്ഠ മഹർഷി അവരെയൊക്കെ നാമകരണം ചെയ്ത് ഉപനയനം നടത്തി എല്ലാ സനാതന ധർമ്മശാസ്ത്രങ്ങളും അവർക്ക് പഠിപ്പിച്ചു. സനാതന ധർമ്മശാസ്ത്രത്തിലുള്ളതാണ് ആയുർവേദം, ധനുർവേദം, ജ്യോതിഷം, ഇതെല്ലാം അതിൻ്റെ ഭാഗം. ഇതൊക്കെ തന്നെ എല്ലാ 64 കലകളും അവരെ പഠിപ്പിച്ചു. അങ്ങനെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് അവരങ്ങനെ തിരിച്ച് സുഖമായിട്ട് അങ്ങനെ രാജകൊട്ടാരത്തിൽ കഴിയുമ്പോൾ അവിടെ വിശ്വാമിത്ര മഹർഷി വരികയാണ്. വിശ്വാമിത്ര മഹർഷി വന്നിട്ട് ദശരഥ മഹാരാജാവിനോട് വിശ്വാമിത്ര മഹർഷി നടത്തുന്ന യാഗങ്ങള് മഹർഷിമാര് നടത്തും. ഈ യാഗങ്ങള് നടത്താതിരിക്കാൻ രാക്ഷസന്മാര് ആ യാഗത്തെ മുടക്കും. ഇങ്ങനെ വിശ്വാമിത്ര മഹർഷി നടത്തുന്ന യാഗത്തെ മുടക്കുവാൻ വരുന്ന രാക്ഷസന്മാരിൽ നിന്നും രക്ഷിക്കണമെന്ന് ദശരഥ മഹാരാജാവിനോട് ഒന്ന് പറഞ്ഞു. അത് രാജാവിന്റെ കടമയാണ് ആ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കുക എന്നത്. ഒപ്പം ഇതുപോലെ മഹർഷിമാര് നടത്തുന്ന യാഗങ്ങളും യജ്ഞങ്ങളും ആ രാജ്യത്തിന്റെ തന്നെ ഉന്നതിക്ക്, അഭ്യുന്നതിക്ക് പ്രയോജനപ്രദമാണ്. എല്ലാ തരത്തിലും രാജ്യം അഭിവൃദ്ധി പ്രാപിക്കാൻ മഹർഷീശ്വരന്മാർ നടത്തുന്ന യാഗങ്ങളും യജ്ഞങ്ങളും ഉപകരിക്കും.
അപ്പൊ ആ യാഗങ്ങളും യജ്ഞങ്ങളും തടസ്സങ്ങൾ കൂടാതെ നടന്നു പോവേണ്ടത് രാജാവിന്റെ കൂടെ ആവശ്യം. അങ്ങനെ രാജാവ് പക്ഷെ ഇവിടെ കുമാരന്മാര് വളരെ കാലങ്ങളായിട്ട് മക്കളൊന്നും ഇല്ലാതിരുന്ന് വളരെ വിഷമിച്ചിരുന്നപ്പോ പുത്രകാമേഷ്ടി യാഗമൊക്കെ നടത്തി ഉണ്ടായ കുഞ്ഞുങ്ങളാണ്. അവരെ വനത്തിലേക്ക്, അതും രാക്ഷസന്മാരെ നിഗ്രഹിക്കാനായിട്ട് വനത്തിലേക്ക് വിടാന് ദശരഥ മഹാരാജാവിന് വളരെ വിഷമമായിരുന്നു. നമുക്കാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ അല്ലയോ? പക്ഷെങ്കില് ഇവിടെ വസിഷ്ഠ മഹർഷി വന്നിരിക്കുന്നത് ആരാ? വിശ്വാമിത്രൻ. വിട്ടില്ലെങ്കിൽ കോപം കൊണ്ട് ശപിക്കും. എന്തായാലും ഫലം ഒരുപോലെ. ഒന്നിൽ മോനെ വിടുന്നതിന്റെ വിഷമം, ഇല്ലെങ്കിൽ വിശ്വാമിത്ര മഹർഷിയുടെ ശാപം. വസിഷ്ഠ മഹർഷിയോട് അഭിപ്രായം ചോദിച്ചു. അപ്പൊ അഭിപ്രായം എന്തുവാ പറഞ്ഞത്? ശ്രീരാമചന്ദ്രൻ തത്വങ്ങളാണ് പറഞ്ഞത്. ശ്രീരാമചന്ദ്ര പ്രഭു ഈ വെറും കാണുന്ന ഒരു ബാലനല്ല, മഹാവിഷ്ണുവിന്റെ അവതാരമാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാവാനുണ്ടായ കാരണങ്ങൾ പറയുന്നു. അതായത് ഭൂമി ദേവിക്ക് ഭാരം സഹിക്കാനാവാതെ വന്നപ്പോ ഭൂമി ദേവി ഗോരൂപത്തിൽ, പശുവിന്റെ രൂപത്തിൽ ചെന്ന് ബ്രഹ്മാവിനോട് തന്റെ ദുരിതം പറയുകയും അവരെല്ലാവരും കൂടെ പാലാഴിയിൽ പള്ളി കൊള്ളുന്നത് ആരാണ്? മഹാവിഷ്ണുവിനോട് ചെന്ന് ഈ ദുഃഖ ദുരിതങ്ങൾ പറഞ്ഞപ്പോ ആദ്യം പുരുഷ സൂക്തം ചൊല്ലി സ്തുതിച്ചതിന് ശേഷം തന്റെ ദുഃഖ ദുരിതങ്ങള് ബ്രഹ്മാവ് പറഞ്ഞത്, ഗോരൂപത്തിൽ വന്ന ഭൂമിദേവി പറഞ്ഞത് ബ്രഹ്മാവ് മഹാവിഷ്ണുവിനെ ധരിപ്പിക്കുകയും ഇതിന് പരിഹാരമായിട്ട് ഞാന് ദശരഥ മഹാരാജാവിനും കൗസല്യാദേവിക്കും പുത്രനായി വന്നു പിറന്നുകൊള്ളാമെന്ന് മഹാവിഷ്ണു ഉറപ്പു കൊടുക്കുകയും ചെയ്തു. ഇതിനും വേറൊരു കഥയുണ്ട്. കശ്യപ പ്രജാപതിയും അതിഥി ദേവിയും വളരെ കാലം ഭഗവാൻ മഹാവിഷ്ണുവിനെ തപസ് ചെയ്തിരുന്നു. അപ്പൊ ആ തപസ്സിന് അവസാനം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് എന്തു വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോ പറഞ്ഞു, ഭഗവാൻ തന്നെ ഞങ്ങൾക്ക് മകനായി പിറക്കണം. ഓക്കെ, മഹാവിഷ്ണു ഒപ്പം തന്നെ സമ്മതിച്ചു. വളരെ സന്തുഷ്ടനായ മഹാവിഷ്ണു അടുത്ത ജന്മം നിങ്ങൾ ദശരഥ മഹാരാജാവും കൗസല്യാദേവിയുമായിട്ട് ഭൂമിയിൽ വരും. അപ്പോ നിങ്ങൾക്ക് മകനായി ശ്രീരാമചന്ദ്രൻ എന്ന പേരിൽ ഞാൻ ജനിച്ചു കൊള്ളാം എന്ന് അവർക്ക് ഒരു വരം കൊടുത്തു. ഇതെല്ലാം കൂടെ ചേർന്നിട്ട് അങ്ങനെ വന്നതാണ് ശ്രീരാമചന്ദ്ര പ്രഭു. അതുകൊണ്ട് രാമനെ വിശ്വാമിത്രന്റെ കൂടെ വനത്തിലേക്ക് അയക്കുന്നതിനെ ഒന്നും പേടിക്കേണ്ട എന്ന് വസിഷ്ഠൻ പറയും. ഇത് കൂടാതെ ഇവര് ഗുരുകുല വിദ്യാഭ്യാസമൊക്കെ നടത്തി ഈ വിദ്യകളെല്ലാം പഠിച്ച് റെഡി ആയിരിക്കുക. MBBS പഠിച്ചിട്ട് വീട്ടിലിരുന്നാല് ചെയ്യാൻ പറ്റുമോ എന്നെങ്കിലും? വിമാനം പറത്താൻ പഠിച്ചിട്ട് വീട്ടിലിരുന്ന വിമാനം പറത്താൻ പറ്റുമോ? ഡ്രൈവിംഗ് പഠിച്ചിട്ട് വീട്ടിലിരുന്നാൽ പറ്റുമോ? ഏത് കാര്യം ചെയ്തെങ്കിലും ചെയ്തുകൂടെ പഠിക്കണം. അതിനുള്ളൊരു അവസരം കൂടാണ് ഇത്. അതുകൊണ്ട് വിശ്വാമിത്രന്റെ കൂടെ ധൈര്യമായിട്ട് അയച്ചോളാം. അങ്ങനെ വിശ്വാമിത്ര മഹർഷിയോടൊപ്പം ശ്രീരാമനെ വനത്തിലേക്ക് അയക്കുക. അപ്പോ കൂട്ടത്തിൽ ലക്ഷ്മണനെയും കൊണ്ടുപോകും. അങ്ങനെ രാമലക്ഷ്മണന്മാരുമായി വിശ്വാമിത്ര മഹർഷി തന്റെ വനത്തിനുള്ളിലെ ആശ്രമമായ സിദ്ധാശ്രമത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ സിദ്ധാശ്രമത്തിലേക്ക് പോകുമ്പോ ആദ്യം അവര് ചെന്നെത്തുന്നത് താടകാവനത്തില്. താടകാവനത്തില് ആ പേര് കൊണ്ട് തന്നെ മനസ്സിലായില്ല, അവിടെ ഒരു രാക്ഷസിയുണ്ട്. ആരായിരിക്കും? താടക. മിടുക്കൻ, അർജുൻ മിടുക്കൻ. അങ്ങനെ ആ താടകയെ ഒരു ഞാണൊലിയിട്ട് ഒരു ഞാണൊലി ശബ്ദം കേൾപ്പിക്കും. വിശ്വാമിത്രൻ പറയും, ഇവിടെ ഒരു രാക്ഷസിയുണ്ട്, അവളെ വധിക്കണം എന്ന് പറയും. അപ്പോ അതനുസരിച്ച് രാക്ഷസി വരാൻ വേണ്ടി ഒരു ഞാണൊലി ഇടുമ്പോ ആ രാക്ഷസി ഇതാരാണ് എന്നും പറഞ്ഞ് അവിടേക്ക് വരിക. വരുമ്പോഴ് ആ ശരം കൊണ്ട് ഒരമ്പെയ്ത് ശ്രീരാമചന്ദ്രൻ താടകയെ വധിച്ചു. അങ്ങനെ താടകയ്ക്ക് ഭഗവാന്റെ കൈ കൊണ്ട് മരിച്ചത് കൊണ്ട് താടകയ്ക്ക് മോക്ഷം കിട്ടി. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അവര് സിദ്ധാശ്രമത്തിൽ ചെല്ലുകയാണ്. അങ്ങനെ സിദ്ധാശ്രമത്തിൽ ചെല്ലുമ്പോ
അവിടെ ധാരാളം മുനിമാരുണ്ട്, ഉഷ ശിഷ്യന്മാരുണ്ട്. ഇടയ്ക്ക് ഒരു സംശയം ചോദിച്ചോട്ടെ. ഞാൻ അഭിലാഷ് ജയശങ്കരൻ. ആ താടക വനത്തിൽ വെച്ച് ആ മോക്ഷം കിട്ടിയത് ആർക്കാണ് എന്നും കൂടെ ഒന്ന് അതൊരു പറഞ്ഞു കൊടുക്കാം. യക്ഷിയായിരുന്നു. അതാ ആ ശാപം കൊണ്ട് അതെ രാക്ഷസിയായി മാറിയതായിരുന്നു. തിരിച്ച് ഭഗവാന്റെ ശരമേറ്റു മരിച്ച് തിരിച്ച് മോക്ഷം കിട്ടി പോയി. അത് കഴിഞ്ഞ് മോക്ഷം കിട്ടിയത് ആർക്കാണ്? മോക്ഷം കിട്ടിയപ്പോൾ ആരാണ്? ആരായിരുന്നു? തിരിച്ച് യക്ഷിയായി പോയി. അച്ഛാ, ഓക്കെ. അത് കഴിഞ്ഞ് സിദ്ധാശ്രമത്തിൽ അവരെത്തി. അവിടെ വിശ്വാമിത്ര മഹർഷിയുടെ ശിഷ്യന്മാരായിട്ട് ധാരാളം മുനിമാരുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി ഇവരെ സ്വീകരിച്ച് കൊണ്ടുവന്നു. അപ്പൊ ശ്രീരാമൻ പറഞ്ഞു, ഇനി അങ്ങ് യാഗം ചെയ്താട്ട് ഞാൻ ഈ യാഗത്തെ രക്ഷിച്ചുകൊള്ളാം. വരുന്ന രാക്ഷസന്മാരെയൊക്കെ നിഗ്രഹിച്ച് ഞാൻ സംരക്ഷിക്കാം യാഗത്തെ എന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് വേറൊരു കഥ കൂടിയുണ്ട്. വേറൊരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. പോകുന്ന വഴിക്ക് വിശ്വാമിത്ര മഹർഷി വിശപ്പും ദാഹവും കുമാരന്മാർക്ക് ഉണ്ടാകാതിരിക്കാനായിട്ട് ബല, അതിബല എന്നീ 2 മന്ത്രങ്ങളെ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മന്ത്രങ്ങൾ ജപിച്ചു കഴിഞ്ഞാല് വിശപ്പും ഉണ്ടാകത്തില്ല, ദാഹവും ഉണ്ടാകത്തില്ല. ഈ മഹാമന്ത്രങ്ങളാണ് ബല, അതിബല. അപ്പൊ വനത്തിൽ കൂടെ ആണല്ലോ അവർക്ക് യാത്ര ചെയ്യേണ്ടത്. അപ്പം ഈ അമൃതവർഷിണി മോളെ ഇതെല്ലാം യൂട്യൂബിലുണ്ട്. കൂടാതെ ഇത് വേണമെങ്കിൽ നമുക്ക് ഇത് റെക്കോർഡ് ചെയ്തത് നിങ്ങളെയൊക്കെ ബാലശങ്കരത്തില് ആഡ് ചെയ്തതിനു ശേഷം ബാലശങ്കരത്തിൽ ഒന്നുകൂടെ റീപോസ്റ്റ് ചെയ്യാം. ഇതിപ്പോ പെട്ടെന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ എത്രമാത്രം മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. എന്നിട്ട് അപ്പം ആ ബലയും അതിബലയും ഒക്കെ പഠിപ്പിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഇവര് സിദ്ധാശ്രമത്തിൽ ചേർന്നത്. ഇതുപോലെ വിശ്വാമിത്രനും തന്റെ ശിഷ്യന്മാരും കൂടെ ചേർന്ന് ആ യാഗം നടത്താൻ തുടങ്ങുകയും പെട്ടെന്ന് തന്നെ മാരീചൻ, സുബാഹു എന്നീ 2 രാക്ഷസ പ്രമുഖരുടെ നേതൃത്വത്തിൽ ധാരാളം രാക്ഷസപ്പട വന്ന് യാഗം മുടക്കാനായിട്ട് രക്തവും മാംസവും ഒക്കെ ഇട്ട് ആ യാഗസ്ഥലം തന്നെ അശുദ്ധമാക്കാനായിട്ട് ഒരുമ്പെട്ടു. ശ്രീരാമൻ എന്ത് ചെയ്തു? ഒരു ബാണത്താൽ സുബാഹുവിനെ വധിച്ചു. മാരീചനാവട്ടെ തന്റെ നേർക്ക് വരുന്ന ആ അമ്പ് കണ്ടിട്ട് ഭയന്നോടി സമുദ്രത്തിൽ ഒളിച്ചു. അതിനൊപ്പം വീണ്ടും ഇത് വന്നത് കണ്ടുകൊണ്ട് തിരിച്ചു വന്ന് ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ച് രക്ഷപ്പെട്ട് അവിടെ നിന്നേ പോയി ഭഗവാനെ തപസ് ചെയ്ത് കഴിയും. പിന്നീട് നമ്മള് കുറെ അങ്ങ് പോയി കഴിയുമ്പോ യുദ്ധകാണ്ഡത്തിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്ക് ഈ മാരീചനെ പിന്നെ നമുക്കവിടെ കാണാൻ കഴിയും. അങ്ങനെ ശ്രീരാമ ഭക്തനായി മാറി മാരീചൻ. പിന്നീട് വിശ്രമമൊക്കെ കഴിഞ്ഞപ്പോ വിശ്വാമിത്രൻ പറയുന്നു, ഇനി നമുക്കിങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരുന്ന പറ്റിയില്ല. ഇവിടെ അടുത്ത് ജനക മഹാരാജാവിന്റെ മിഥിലാപുരിയുണ്ട്, നമുക്ക് അവിടേക്ക് പോകാം. അവിടെ മഹാദേവനാൽ നൽകപ്പെട്ടതായ ചാപം ഉണ്ട്, അത് നമുക്ക് കാണാം എന്ന് പറയുന്നു. അവർ അങ്ങനെ മിഥിലാപുരിയിലേക്ക്, വിദേഹ രാജ്യമെന്നും പറയും, മിഥിലാപുരി എന്നും പറയും, അവിടേക്ക് അവർ പോകും. അവിടെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ജന്തുക്കളൊന്നുമില്ലാത്ത വളരെ മനോഹരമായ പരിപാവനമായ ഒരു ആശ്രമവും സ്ഥലവും അവര് പോകുന്ന വഴിക്ക് കാണുക. അങ്ങനെ കാണുമ്പം രാമൻ ചോദിക്കും, ഇത് ആരുടെ സ്ഥലമാണ്? അപ്പൊ പറയും, ഗൗതമ മഹർഷിയുടെയും അഹല്യാദേവിയുടെയും ആശ്രമമായിരുന്നു ഇത്. അതൊരു കഥയാണ്. ഗൗതമ മഹർഷി അഹല്യാദേവിയും കൂടെ ഈ ആശ്രമത്തിൽ കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോ ഒരു ദിവസം അഹല്യാദേവി അതീവ സുന്ദരിയാണ്. അപ്പം ദേവേന്ദ്രന് അഹല്യാദേവിയോടൊരു ഇഷ്ടം തോന്നി. ഒരു ദിവസം ഗൗതമ മഹർഷി സന്ധ്യാസ്നാനത്തിനായിട്ട് നദിക്കരയിലേക്ക് പോയ സമയം ദേവേന്ദ്രൻ ഗൗതമ മഹർഷിയുടെ വേഷത്തിൽ, രൂപത്തിൽ ആശ്രമത്തിൽ വന്നു. അഹല്യാദേവി വിചാരിച്ചു,
ഗൗതമൻ സ്നാനത്തിനായി പോയിട്ട് തിരിച്ചു വന്നതാണ്. എന്നിട്ട് ഗൗതമ മഹർഷി ആ നദിക്കരയിൽ ചെന്നപ്പോഴാണ് നേരം വെളുത്തിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നത്. തിരിച്ച് എന്നാ പോരാ എന്ന് വിചാരിച്ച് ആശ്രമത്തിലെത്തിയപ്പോ തന്നെ പോലൊരാൾ അവിടെ നിൽക്കും. ഒരു ഗൗതമ മഹർഷി വന്നപ്പോ ആശ്രമത്തിൽ വേറൊരു ഗൗതമ മഹർഷി. ഇതാരാണ്? പെട്ടെന്ന് ഉത്തരം പറഞ്ഞു, അല്ലേ ശപിച്ചു കളയുമെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, ഞാൻ ദേവേന്ദ്രനാണ്, അഹല്യാദേവിയുടെ സൗന്ദര്യത്തിൽ മതിമറന്ന് വന്നു പോയതാണ്, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ദേഷ്യം വന്ന ഗൗതമ മഹർഷി ദേവേന്ദ്രനെ സഹസ്രഭകനായി മാറട്ടെ എന്ന് ശപിക്കുകയാണ്. സഹസ്രഭകൻ എന്ന് പറഞ്ഞാല്, സഹസ്രം എന്ന് പറയുമ്പോ 1000 ജനനേന്ദ്രിയങ്ങൾ ഉള്ളവൻ. കാരണം ആവശ്യമില്ലാത്ത പണിക്ക് വന്നതാണ് ദേവേന്ദ്രൻ. അതുകൊണ്ട് അങ്ങനൊരു ശാപം കൊടുത്തു. പിന്നെ ശാപമോക്ഷം കിട്ടി പോവുകയും ചെയ്തു. അതുപോലെ അഹല്യാദേവി സ്വന്തം ഭാര്യയെ ഗൗതമ മഹർഷി ശപിച്ച് ശിലയാക്കി മാറ്റി. ആ കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആ ശില അവിടെ ഉണ്ടായിരുന്നു. വിശ്വാമിത്ര മഹർഷി പറയും, അഹല്യാദേവിയെ അങ്ങയുടെ പാദങ്ങൾ സ്പർശിച്ചാൽ മാത്രമേ തിരിച്ച് പഴയ രൂപത്തിലെത്തുകയുള്ളൂ. ശാപമോക്ഷം കിട്ടാനായിട്ട് അഹല്യാദേവി പ്രാർത്ഥിച്ചപ്പോൾ ഇതുപോലെ ത്രേതായുഗത്തിൽ ശ്രീരാമൻ ഇവിടെ എത്തുമെന്നും അപ്പോ അദ്ദേഹത്തിന്റെ പാദങ്ങൾ ഈ ശിലയിൽ വെക്കുമ്പോൾ അഹല്യാദേവിക്ക് മോക്ഷം കിട്ടുമെന്നും പറഞ്ഞ് ഗൗതമ മഹർഷി ഹിമാലയത്തിലേക്ക് തപസ്സിനായി. ആ അഹല്യാദേവിയെ ശാപമോക്ഷം കൊടുക്കണമെന്ന് വിശ്വാമിത്രൻ പറഞ്ഞു. അങ്ങനെ ശ്രീരാമചന്ദ്ര പ്രഭു തന്റെ പത്മപാദങ്ങൾ അഹല്യാദേവിയിലേക്ക് സ്പർശിക്കുകയും ആ ശില ഒരു ദേവിയായി മാറുകയും ചെയ്തു. അങ്ങനെ ശാപമോക്ഷം അഹല്യാദേവിക്ക് കൊടുത്തതിന് ശേഷം അവർ മിഥിലാപുരിയിലേക്ക് ചെല്ലുകയാണ്. മിഥിലാപുരിയിലെ രാജാവ് ജനക മഹാരാജ. ജനക മഹാരാജാവിന്റെ പുരോഹിതൻ അല്ലെങ്കിൽ കുലാചാര്യൻ ശതാനന്ദൻ. അങ്ങനെ അവിടെ ചെന്നതിന് ശേഷം ഇതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ആ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. ഞാനിത് അതിന്റെ നട്ഷെല്ല് മാത്രമാണ് പറയുന്നത്. അപ്പോ പറയുകയാണ്, ഈ മഹാദേവനാൽ നൽകപ്പെട്ടതായ ശാപം വില്ല് കുലയ്ക്കുന്നവർക്ക് എന്റെ പുത്രിയെ വിവാഹം ചെയ്തു കൊടുക്കും എന്നൊരു പന്തയം വെച്ചിട്ടുണ്ടായിരുന്നു ജനക മഹാരാജാവ്. അപ്പം അതിന് ധാരാളം രാജാക്കന്മാർ വന്നിട്ടും ഈ ശാപം ഒന്ന് പൊക്കിയെടുക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. ഇതൊന്ന് എടുക്കാൻ പറ്റുമോ എന്ന് ശ്രീരാമനോട് വിശ്വാമിത്രൻ ചോദിച്ചു. അങ്ങനെ ആ ശാപം എടുത്ത് കുലച്ച് ശ്രീരാമചന്ദ്ര പ്രഭു സീതാദേവിയെ വിവാഹം കഴിച്ചു. എന്ന് തന്നെയുമല്ല, ബാക്കി ശ്രീരാമൻ സീതാദേവിയെയും ലക്ഷ്മണൻ ഊർമിളയെയും ഭരതൻ ശ്രുതകീർത്തിയെയും ശത്രുഘ്നൻ മാണ്ഡവിയെയും. ജനക മഹാരാജാവിന് 4 ആൺമക്കൾ ഉണ്ടായിരുന്നു, പെൺമക്കൾ ഉണ്ടായിരുന്നു. ദശരഥ മഹാരാജാവിന് 4 ആൺമക്കളും ഉണ്ട്. ദശരഥ മഹാരാജാവിന്റെ 4 ആൺമക്കള് ജനക മഹാരാജാവിന്റെ 4 പെൺമക്കളെ അങ്ങനെ വിവാഹം ചെയ്തു. അങ്ങനെ ആ വിവാഹ തീരുമാനമായപ്പോ ഒരു സന്ദേശം അയോധ്യയിലേക്ക് അയക്കുകയും സന്ദേശം എഴുതി ഒരാളിനെ ദൂതനെ അയോധ്യയിലേക്ക് അയച്ച് ദശരഥ മഹാരാജാവിനെയും വസിഷ്ഠ മഹർഷിയെയും വിവരമറിയിക്കുകയും അതനുസരിച്ച് അവരെല്ലാവരും മാതാക്കന്മാരും മന്ത്രിമാരും പിതാവും പൗരജനങ്ങളും എല്ലാവരും കൂടെ വലിയൊരു ഘോഷയാത്രയായിട്ട് ജനക മഹാരാജാവിന്റെ മിഥിലാപുരിയിലേക്ക് എത്തുകയും അവിടെ വെച്ച് ശ്രീരാമനും സീതയും മറ്റുള്ളവരുടെയും വിവാഹം വളരെ ഗംഭീരമായിട്ട് നടത്തുകയും ചെയ്തു. അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞ് തിരിച്ച് അയോധ്യയിലേക്ക് എല്ലാവരും കൂടെ പോരുകയാണ്. അങ്ങനെ പോരുന്ന വഴിക്ക്
അപ്പം പോരാൻ നേരം ജനക മഹാരാജാവ് തന്റെ മകളെ വിളിച്ചിട്ട് പതിവ്രത ധർമ്മം എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. എങ്ങനെയാണ് ഭർതൃഗൃഹത്തിലെത്തിയാല് ഭാര്യ ആയ ആ പെൺകുട്ടി ജീവിക്കേണ്ടത് എന്നുള്ള പതിവ്രതയുടെ ധർമ്മം എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ധാരാളം ദാസിമാര്, ആനകള്, കുതിരകള്, പശുക്കള്, രഥങ്ങള്, സ്വർണ്ണാഭരണങ്ങള്, വസ്ത്രങ്ങള്, ദാസിമാര് ഒക്കെയായിട്ട് വലിയൊരു ഘോഷയാത്രയായിട്ട് ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് എല്ലാവരും കൂടെ വിവാഹ ഘോഷയാത്ര തിരികെ അയോധ്യയിലേക്ക് പോവുകയാണ്. ആ പോകുന്ന വഴിക്ക് എല്ലാവരും വളരെ സന്തോഷമായിട്ട് പോകുമ്പോൾ ആ വിവാഹ ഘോഷയാത്രയെ മുടക്കിക്കൊണ്ട് ഒരാള് വരും. ആരാണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എല്ലാരും വളരെ സന്തോഷത്തിൽ ഇങ്ങനെ പരശുരാമൻ. വെരി ഗുഡ്, വെരി ഗുഡ്. പരശുരാമൻ വരുന്നു. ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമനീ ത്രിഭുവനത്തിങ്കൽ എന്നും പറഞ്ഞ് ഞാനല്ലാതെ വേറെ ഒരു രാമൻ ഇവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരികയാണ്. അങ്ങനെ വരുമ്പോ എന്താണ്, വൈഷ്ണവ തേജസ്സിനെ രണ്ടുപേരും പരശുരാമനും ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അവതാരം തന്നെയാണ്, ശ്രീരാമനും ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അവതാരം തന്നെയാണ്. അപ്പം പരശുരാമന്റെ തേജസ്സിനെ കൂടി ശ്രീരാമചന്ദ്രനിലേക്ക് ലയിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമാണ്. അപ്പൊ മഹാദേവന്റെ ശിഷ്യനാണ് പരശുരാമൻ. അപ്പൊ എന്റെ ഗുരുവിന്റെ ചാപം മുറിച്ച നീ എങ്കിൽ ഈ വൈഷ്ണവ ചാപം എന്റെ കയ്യിൽ ഇരിക്കുന്നത് ഒന്ന് തൊടുക്കാമോ എന്ന് ചോദിച്ചു. അപ്പോ പരശുരാമൻ ശ്രീരാമന്റെ കഴിവിനെ ഒന്ന് പരീക്ഷിക്കുകയായിരുന്നു. അങ്ങനെ വൈഷ്ണവ തേജസ്സിനെ ആ അമ്പുകൊണ്ട് പരശുരാമനിൽ നിന്നും ശ്രീരാമചന്ദ്രനിലേക്കാക്കി എല്ലാവരും സന്തോഷമായിട്ട് തിരികെ അയോധ്യയിൽ എത്തുന്നത് വരെയുള്ള ഭാഗങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ എടുത്തത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എടുത്തത് നിങ്ങൾക്ക് ഏകദേശം ഒന്ന് മനസ്സിലാക്കി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായി കാണത്തില്ലായിരിക്കും, ആദ്യമായിട്ട് കേൾക്കുവാണെങ്കിൽ. സാരമില്ല, നമുക്ക് പഴയ വീഡിയോ കാണുമ്പോൾ അത് വിശദമായിട്ടാണ് പറയുന്നത്. ഇന്ന് നമുക്ക് അയോധ്യാകാന്ഡത്തിലേക്ക് പോയാല് നിങ്ങൾക്കിതൊക്കെ ഏകദേശം മനസ്സിലായോന്ന് ആരെങ്കിലും ഒരാള് മ്യൂട്ട് മാറ്റിയിട്ട് കുഞ്ഞുങ്ങൾ ആരെങ്കിലും പറയാം, എങ്കില് നമുക്ക് അയോധ്യാകാന്ഡത്തിലേക്ക് പോകാം. മനസ്സിലായെങ്കിൽ മാത്രം നമുക്ക് അയോധ്യാകാന്ഡത്തിലേക്ക് പോയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ വിശദമായ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് അയോധ്യാകാന്ഡത്തിലേക്ക് പോകാം. ഇത് മനസ്സിലായോ ആർക്കെങ്കിലും? ആരും ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ആർക്കും ഒന്നും മനസ്സിലായില്ല. കാരണം ബാലകാന്ഡം മുഴുക്ക കൂടെ 15 മിനിറ്റ് കൊണ്ട് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കാനാന്നുള്ളതാ. മനസ്സിലായോ? അപ്പോൾ ഇതുവരെ പറഞ്ഞതാണോ മനസ്സിലായെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആണോ? ഞാൻ 2 മിനിറ്റ് ഇല്ലാതായി പോയി. എന്തോ എന്തോ ഇതുവരെ പറഞ്ഞ കഥയാണോ മനസ്സിലാവാത്തത്, ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആണോ? അല്ലല്ല, ഇതുവരെ പറഞ്ഞ കഥകളൊക്കെ മനസ്സിലായോ? മനസ്സിലായോ? അയോധ്യാകാന്ഡത്തിലേക്ക് നമുക്ക് പോകാം. അയോധ്യാകാന്ഡം കുറച്ച് മാത്രം നമുക്ക് പറയാം. ഈ രാമായണം കഥ നമ്മൾ തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയാമോ? പരമശിവനോട്, മഹാദേവനോട് പാർവതീദേവി ശ്രീരാമന്റെ കഥ കേൾക്കണം എന്നാവശ്യപ്പെടുമ്പോൾ ആ രാമചരിതം എനിക്കൊന്ന് ഉപദേശിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോൾ പരമശിവൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുക്കും. ഉമാ മഹേശ്വര
സംവാദം. ആ ഭാവത്തിലാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അധ്യാത്മരാമായണം കിളിപ്പാട്ട് രചിച്ചിരിക്കുന്നത്. അത് ഒന്നാമത്തെ കാണ്ഡം കഴിഞ്ഞു, ബാലകാന്ഡം. രണ്ടാമത്തെ കാണ്ഡം തുടങ്ങുമ്പോൾ വീണ്ടും ഉമ മഹേശ്വരനോട് പറയുകയാണ്, ഇനിയും എനിക്ക് തുടർന്നുള്ള ഭാഗങ്ങള് കേൾക്കണം, ഒന്ന് പറഞ്ഞു തരുമോ എന്ന് വളരെ കാര്യമായിട്ടാ പറഞ്ഞത്. ഉള്ളിലെ ഇത്രയും കേട്ടപ്പോ തന്നെ എൻ്റെ ഉള്ളിലെ മാലിന്യങ്ങളും ഒക്കെ മാറി. നമ്മുടെ തത്വങ്ങളൊന്നും ഇവിടെ പറഞ്ഞില്ല, വെറുതെ കഥ മാത്രമേ പറഞ്ഞുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ കുറച്ചൊക്കെ പഴയ വീഡിയോ കേൾക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇത്രയും കേട്ടപ്പോ തന്നെ ഉള്ളിലെ കുറെ മാലിന്യങ്ങളൊക്കെ മാറി ഉള്ളം തെളിഞ്ഞു, ബാക്കി കഥ കൂടി പറഞ്ഞു തരണേ എന്ന് പരമശിവനോട് ഉമാദേവി അഭ്യർത്ഥിക്കും. ഉമാമഹേശ്വര സംവാദം പിന്നീട് തുടരുക. അപ്പൊ അവരെ വിവാഹമൊക്കെ കഴിഞ്ഞ് 4 കുമാരന്മാരും അവരവരുടെ ഭാര്യമാരുമായ അച്ഛനും അമ്മയും എല്ലാവരുമായിട്ട് അയോധ്യയില് സുഖമായിട്ട് കഴിയുകയാണ്. കോസല രാജ്യത്തിന്റെ തലസ്ഥാനമായ അയോധ്യയിലെ രാജധാനിയില് അവരങ്ങനെ സുഖമായിട്ട് താമസിക്കുക. അപ്പൊ അങ്ങനെ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴ് ഒരു ദിവസം ശ്രീനാരദ മഹർഷി ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ കൊട്ടാരത്തിലെത്തിയിട്ട് പറയുന്നു, ഇങ്ങനെ അങ്ങ് കഴിഞ്ഞാൽ മതിയോ? എന്തിനാ ഇവിടെ വന്നതെന്ന് ഓർമ്മയുണ്ടോ? എന്തിനാണ് മഹാവിഷ്ണു ശ്രീരാമനായിട്ട് ഇവിടെ ഭൂമിയിൽ വന്നത്? രാവണനെ ഭാര്യയെയും രാവണനെയും ഭൂമിയുടെ ഭാരം തീർക്കാൻ, രാക്ഷസ പടകളെ നിഗ്രഹിച്ച് ഭൂഭാരം തീർക്കാനാണ് വന്നത്. അപ്പം ആദ്യത്തെ കാര്യം നടന്നു. കശ്യപന്റെ അതിഥിയുടെയും അടുത്ത ജന്മത്തിലുള്ള ദശരഥനും കൗസല്യയുമായിട്ട് അവർക്ക് മകനായിട്ട് പിറന്നു. ഈ ഒരു രണ്ടാമത്തെ കാര്യം കൂടെ നടത്തണ്ടായോ? ഇങ്ങനെ രാജകുമാരനായിട്ട് ഇവിടെ സുഖമായിട്ട് കഴിഞ്ഞാൽ പറ്റുമോ? പറ്റത്തില്ല. അപ്പം പറഞ്ഞു, നാളെ ഇവിടെ ദശരഥ മഹാരാജാവ് അങ്ങയെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദേവന്മാർക്ക് ഇതൊക്കെ നേരത്തെ അറിയാൻ പറ്റുമല്ലോ. അതുകൊണ്ട് അങ്ങ് ഇതിനൊക്കെ നിന്നു കൊടുത്താല് ഇവിടെ രാജ്യവും ഭരിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കേണ്ടി വരും. അത് വേണ്ട, നമ്മൾ വന്നതിന്റെ ഉദ്ദേശം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ദേവന്മാരെന്നെ ഇങ്ങോട്ട് അയച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നാരദ മഹർഷി ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ കൊട്ടാരത്തിലെത്തുമ്പോ അങ്ങോട്ട് ചെന്നാണ് സ്വീകരിക്കുന്നത്. നാരദൻ വരുന്നത് കാണുമ്പോഴേ ശ്രീരാമൻ ജാനകി ദേവിയോടുകൂടി ചേർന്ന് ചെന്ന് സ്വീകരിച്ചാനയിച്ച് കൊണ്ടിരുത്തി പാദങ്ങളൊക്കെ കഴുകി കുടിക്കാനുള്ളതൊക്കെ കൊടുത്ത് കഴിക്കാനുള്ളതൊക്കെ കൊടുത്ത് നമസ്കരിച്ചതിന് ശേഷമാണ് ചോദിക്കുന്നത്, അങ്ങയുടെ ആഗമനോദ്ദേശം എന്താണ്? നമ്മളും ഇതുപോലെ നമ്മുടെ വീട്ടിലേക്ക് വരും. നമ്മൾ ഈ ബാലകാണ്ഡത്തിലെ കഥ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, ഇത് വിശദമായിട്ടാണ് പറയുന്നത്. നമ്മളും ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെത്തുന്നവരെ ഇതുപോലെ ചെയ്യേണ്ടതെന്നാണ് രാമായണം പഠിപ്പിക്കുന്നത്. ഇത് വേദങ്ങളിൽ പറയുന്ന കാര്യങ്ങളാണ്. എങ്ങനെയാണ് നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നവരെ സ്വീകരിക്കേണ്ടത്? വേദത്തിൽ പറയുന്ന കാര്യം സംസ്കൃതത്തിൽ കടുകട്ടിയായ ഭാഷയിലായതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ പ്രയാസമാണല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇതിഹാസങ്ങളിലൂടെയും പുരാണങ്ങളിലൂടെയും കഥകളിലൂടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുക. ശ്രീരാമൻ വന്നപ്പോ ശ്രീരാമൻ ഇങ്ങനെയാണ് സ്വീകരിച്ചത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭഗവാൻ ശ്രീരാമനായിട്ട് അവതരിച്ചിട്ട് പോലും ശ്രീനാരദനെ ഇങ്ങനെയാണ് സ്വീകരിച്ചത്. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് വരുന്നവരെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? ആരെങ്കിലും അതിഥികൾ വരുന്ന ഉടനെ നമ്മൾ മൊബൈലും എടുത്തുകൊണ്ട് നമ്മുടെ മുറിയിലോട്ട് അങ്ങ് പോയി അച്ഛനും അമ്മയും അവിടെ ഉണ്ടല്ലോ അവര് നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് ഇരിക്കരുത്. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികളെ അവർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം കൊടുത്ത് ദാഹം തീർക്കാനും വിശപ്പുണ്ടെങ്കിൽ അത് തീർക്കാനും ഒക്കെ ഉള്ള ബഹുമാനിക്കാനും ആദരിക്കാനും നമ്മൾ ഓരോരുത്തരും പഠിക്കണമെന്നുള്ളതാണ് രാമായണം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെ ഇരുത്തി കഴിഞ്ഞപ്പോഴ് വിവരമൊക്കെ പറഞ്ഞു. എന്നെ ദേവന്മാര് പറഞ്ഞു വിട്ടതാണ്, അങ്ങയെ നാളെ രാവിലെ യുവരാജാവായിട്ട് അഭിഷേകം നടത്തും, വന്നത് ഭൂഭാരം തീർക്കാനാണ്, അക്കാര്യം ഒന്ന് ഓർക്കണേ എന്ന് പറയും. അപ്പൊ പറയും, തീർച്ചയായിട്ടും
എനിക്ക് മറവിയൊന്നും വന്നിട്ടില്ല. ഞാന് തീർച്ചയായും അങ്ങ് പറഞ്ഞത് ചെയ്തു കൊള്ളാം എന്ന് പറയുന്നു. അപ്പൊ അതിനകത്തില് രാമായണം നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ അവധിക്കാലമാണ്, നമ്മൾ എടുക്കുന്ന സ്ഥലത്തെ ഭാഗങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ അറിയാം. ഇവിടെ ശ്രീരാമന്റെ തത്വങ്ങളാണ് പറയുന്നത്. നാരദ രാഘവ സംവാദം എന്ന് പറഞ്ഞൊരു ഭാഗവും ശ്രീരാമൻ ആരാണ്, എന്താണ് എന്നുള്ളത് ഇതാണ് നമ്മൾ ശരിക്കും പഠിക്കേണ്ടത്. ആ കാര്യങ്ങളാണ് ഈ ഭാഗത്ത് ശ്രീ നാരദ രാഘവ സംവാദം. അതിനകത്തില് ഭഗവാന്റെ മാഹാത്മ്യത്തെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ വിവരിച്ച് പറഞ്ഞിട്ട് എന്നെ കൂടെ മായാമോഹിതനാക്കല്ലേ ഭഗവാനെ എന്ന് നാരദൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പം 110 ലൈൻ മുതല് 212 വരി വരെ ഉള്ള ഭാഗം ഭഗവാന്റെ മഹത്വത്തെയാണ് വർണ്ണിക്കുന്നത്. ഈ മഹത്വത്തില് നമ്മളെ കൊണ്ട് പറ്റുന്ന ഗുണഗണങ്ങളൊക്കെ തന്നെ നമ്മളിലേക്കും ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം. ഭഗവാന്റെ ഗുണഗണങ്ങളാണ് വർണ്ണിക്കുന്നത്. അത്രയും ഗുണഗണങ്ങളൊന്നും നമുക്ക് വശമാക്കാൻ പറ്റിയില്ലെങ്കിലും ആ പറ്റുന്നതൊക്കെ നമ്മളിലും പകർത്താൻ, ജീവിതത്തിൽ പകർത്താൻ നമ്മൾ നോക്കണം. നമ്മൾ രാമായണം വായിച്ചു പോകുമ്പോൾ, സനാതന ധർമ്മശാസ്ത്രം പഠിച്ചു പോകുമ്പോൾ വെറുതെ സ്കൂളിലെ പോലെ നമ്മൾ പഠിച്ച് പരീക്ഷ എഴുതി ജയിക്കാനല്ല, പിന്നെന്തിനാണ്? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കാണിക്കാൻ. സത്യം വദ ധർമ്മം ചര എന്ന് പറയുമ്പോൾ സത്യം മാത്രമേ പറയാവൂ. നമ്മളിതൊക്കെ നേരത്തെയുള്ള നിയമങ്ങളൊക്കെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. അതൊന്നുകൂടെ കേൾക്കണം നിങ്ങളൊക്കെ. എന്നാലേ നമ്മൾ ഇത് പഠിച്ചത് ഇത് അങ്ങോട്ട് തുടർന്ന് പോകുമ്പോൾ ഇവിടെ യമം പറയുന്നു, ഇവിടെ നിയമത്തെ കുറിച്ച് പറയുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവത്തുള്ളൂ. ഇവിടെ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കുന്നത് ആ ഗുണങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നമ്മളും വശമാക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് എഴുത്തച്ഛൻ അങ്ങനെയൊക്കെ വർണ്ണിക്കുന്നത്. അങ്ങനെ ശ്രീനാരദനോട് അങ്ങനെ പറഞ്ഞു. നാരദൻ അങ്ങ് പോയതിന് ശേഷം നമ്മൾ നേരെ ഇനി പോകുന്നത് ദശരഥന്റെ കൊട്ടാരത്തിലേക്കാണ്. നമ്മൾ ദശരഥന്റെ കൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ ദശരഥൻ അവിടെ എല്ലാരെയും വിളിച്ചുകൂട്ടി വസിഷ്ഠ മഹർഷിയെ, സുമന്ത്രരെ ഒക്കെ ദശരഥന്റെ മന്ത്രിയാണ് സുമന്ത്ര. നല്ലത് മാത്രം ഉപദേശിച്ചു കൊടുക്കുന്ന, സു എന്നുള്ളതിന് നല്ലത് മാത്രം മന്ത്രിച്ചു കൊടുക്കുന്ന ആളാ സുമന്ത്രർ എന്ന മന്ത്രി, പേര് പോലെ തന്നെ. അപ്പൊ സുമന്ത്രരെ എല്ലാരെയും വിളിച്ചു കൂട്ടിയിട്ട് പറയുന്നു, നാളെ ഇതിനിടയ്ക്ക് ബാലകാണ്ഡത്തിലെ അവസാന ഭാഗം ഒന്ന് ഞാൻ വിട്ടുപോയി. അത് എല്ലാരും കൂടെ കുമാരന്മാരെല്ലാം കൂടെ സുഖമായിട്ട് താമസിക്കുന്ന സമയത്ത് കേകേയ രാജ്യത്ത് നിന്നും കൈകേയിയുടെ സഹോദരനായ യുധാജിത്ത് അവിടെ വരികയും അയോധ്യയിൽ വരികയും കൈകേയിയുടെ പുത്രനായ ഭരതനെ കേകേയ രാജ്യത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ആ കൂട്ടത്തിൽ ശത്രുഘ്നനും പോകുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഇപ്പം ഭരതനുമില്ല, ശത്രുഘ്നനുമില്ല. അവരെ രണ്ടിനെയും ഭരതന്റെ അമ്മാവൻ വന്ന് ആ കേകേയ രാജ്യത്തേക്ക് കൊണ്ടുപോയേക്കുക. നമ്മളെ വെക്കേഷനൊക്കെ അമ്മാത്ത് പോവുകയല്ലോ, അതുപോലെ. ആ സമയത്ത് ഇവിടെ ദശരഥ മഹാരാജാവ് വസിഷ്ഠ മഹർഷിയെയും സുമന്ത്രരെയും ഒക്കെ വിളിച്ചിട്ട് പറയുന്നു, നമുക്ക് ശ്രീരാമനെ യുവരാജാവായി നാളെ പുഷ്യം നക്ഷത്രത്തില്, പുണ്യമായ പുഷ്യം നക്ഷത്രത്തില് യുവരാജാവായി അഭിഷേകം ചെയ്യാം എന്ന് പറയുന്നു. അപ്പൊ അതിനു വേണ്ട ഒരുക്കങ്ങളെല്ലാം വസിഷ്ഠ മഹർഷിയോട് പറയുന്നു. അങ്ങ് അതെല്ലാം നേതൃത്വം ഏറ്റെടുത്ത് അതിനു വേണ്ട എല്ലാ ഒരുക്കങ്ങളും നടത്താൻ സുമന്ത്രർക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കണം എന്ന് പറയുന്നു. അങ്ങനെ ഏത് കാര്യം ചെയ്യുമ്പോഴും ഏറ്റവും അറിവുള്ള വസിഷ്ഠ മഹർഷി, ത്രികാലജ്ഞാനിയെ, 3 കാലങ്ങൾ, ഭൂതം ഭാവി വർത്തമാനം എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാം. കഴിഞ്ഞുപോയ കാര്യങ്ങൾ അറിയാം. അതുകൊണ്ടല്ലയോ നേരത്തെ പറഞ്ഞേ ശ്രീരാമൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണെന്ന്. അപ്പം ആ കാര്യം 3 കാലത്തെയും കാര്യങ്ങൾ അറിയാവുന്ന വളരെ തത്വജ്ഞാനിയായ ഗുരുവാണ് വസിഷ്ഠൻ. അങ്ങനെയുള്ള ഒരാളിനെയാണ് പഴയ കാലത്തൊക്കെ രാജാക്കന്മാരെ ഉപദേശത്തിനായിട്ട് വെച്ചിരുന്നത്. ഇപ്പൊ മന്ത്രിമാരൊക്കെ അങ്ങനെയാണോ വെക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിച്ചു നോക്കാം. അത് എന്നിട്ട് അതിനു വേണ്ട ഒരുക്കങ്ങൾ, യുവരാജാവായി അഭിഷേകം നടത്തുന്നതിന് വേണ്ട എല്ലാവിധ ഒരുക്കങ്ങളും
നടത്തണമെന്ന് പറയുന്നതോടെ നമ്മുടെ സമയം കഴിഞ്ഞെന്ന് തോന്നുന്നു. സമയമായിട്ടുണ്ട്. നമുക്ക് ഇനി ബാക്കിയുള്ള ഭാഗം അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. അതായിരിക്കും നല്ലത്. എല്ലാം കൂടെ നിങ്ങൾ കേട്ടാലും ബാലകാണ്ഡവും അയോധ്യാകാണ്ഡവും എല്ലാം കൂടെ നിങ്ങൾ കേൾക്കുമ്പോഴും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവും. 8 മുതൽ 9 വരെയാണ് നമ്മുടെ സമയം. ഇത് ഇത്രയും കൊണ്ട് നമുക്കിപ്പോ അതുകൊണ്ട് നിർത്താം. 8:57 അപ്പം അയോധ്യാകാണ്ഡത്തിലെ ശ്രീരാമനെ യുവരാജാവായി അഭിഷേകം കഴിക്കാൻ ദശരഥ മഹാരാജാവ് തീരുമാനിക്കുകയും ആ വിവരം വസിഷ്ഠ മഹർഷിയെയും സുമന്ത്രരെയും വിളിച്ചറിയിക്കുകയും ഈ സമയത്ത് അവിടെ കൈകേയിയുടെ പുത്രനായ ഭരതനും സുമിത്രയുടെ പുത്രനായ ശത്രുഘ്നനും കൈകേയിയുടെ രാജ്യമായ കേകേയത്തേക്ക് യുധാജിത്തിനൊപ്പം അമ്മാവനായ യുധാജിത്തിനൊപ്പം പോവുകയും ചെയ്ത ഒരവസ്ഥയിലാണ് ഇപ്പം അയോധ്യ നഗരി നിൽക്കുന്നത്. അവരൊക്കെ അവിടെ നിന്ന് ആലോചിക്കട്ടെ. നമുക്കിനി ഈ ആലോചനയുടെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിലേക്ക് നോക്കാം. ഈ പറഞ്ഞ ഭാഗത്തില് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ചേച്ചി, ഒരു സംശയം ഈ കുട്ടിക്ക്. ചോദിച്ചേട്ടെ. ചേച്ചി, പുണ്യമായ നല്ല ദിവസം പുഷ്യൻ നക്ഷത്രം എന്ന്. ആ. അതൊന്നുകൂടെ ഒന്ന് ആ നക്ഷത്രത്തിന്റെ പേരൊന്ന് പറയാമോ? പുഷ്യം നക്ഷത്രം, പൂയം. അത് പൂയത്തിനാണോ പറയുന്നത്? ഓക്കെ. സംസ്കൃതത്തിൽ പുഷ്യം എന്നാ പറയുന്നത്. ഓ ശരി, എനിക്കത് മനസ്സിലായില്ല, അതാ ഞാൻ ചോദിച്ചത്. ശരി. കുട്ടികൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അഭിലാഷ് നമ്മുടെ ബാലശങ്കരം ഗ്രൂപ്പില് നിങ്ങളെല്ലാരും 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മൾ ആരെന്ത് സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ജയ് ശങ്കര എന്ന് പറഞ്ഞിട്ട് വേണം കേട്ടോ. ആദ്യം നമ്മള് സംസാരിക്കാൻ മ്യൂട്ട് മാറ്റിയാല് ജയ് ശങ്കര എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാനുള്ളത് പറയാം. പറഞ്ഞു കഴിയുമ്പോഴും ജയ് ശങ്കര എന്ന് പറഞ്ഞിട്ട് ഓഫ് ചെയ്യാം. അതുപോലെ റേഡിയോ പോലെ ഞാനിരുന്ന് പറയുവല്ല. ഈ ക്ലാസ് അങ്ങനെയൊക്കെ ആയി പോയിട്ട് നിങ്ങളെല്ലാം പുതിയ ആൾക്കാരായതുകൊണ്ടാണ്. അടുത്ത ക്ലാസ് മുതല് നമ്മള് 2 കൂട്ടരും കൂടെ സംസാരിച്ചാണ് ക്ലാസ് മുമ്പോട്ട് പോകുന്നത്. ഞാൻ പറയുന്നതിന്റെ ബാക്കി മ്യൂട്ട് ഓണാക്കി, ഈ ഓഡിയോ ഓണാക്കിയിട്ട് നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയണം. ക്ലാസ്സിന് അവസാനം 10 മിനിറ്റ് നമുക്ക് പ്രശ്നോത്തരി ഉണ്ടായിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. ബാലകാണ്ഡം വരെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കണ്ട. കാരണം നിങ്ങൾക്ക് പറ്റും. പഴയ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാക്കാൻ പറ്റും. ഈ ഇപ്പൊ പറഞ്ഞതിൽ വളരെ ചെറിയൊരു ഭാഗമേ അയോധ്യാകാണ്ഡം നമ്മൾ കവർ ചെയ്തുള്ളൂ. എങ്കിലും ആ ഭാഗത്തു നിന്നും നിങ്ങൾ ചോദ്യം ഉണ്ടാക്കാം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഇങ്ങനെ നിശബ്ദരായിട്ടിരിക്കാതെ അടിച്ചു പൊളിച്ച് അയോധ്യാകാണ്ഡം തകർത്ത് വരണം. ഓക്കെ? എന്നാലേ മനസ്സിലാവത്തുള്ളൂ. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങളും ഉത്തരങ്ങളും പറഞ്ഞ് ഞാൻ പറയുന്നതിന്റെ ബാക്കി നിങ്ങൾ പറയണം. അവസാനം ചോദ്യങ്ങൾ ചോദിക്കണം, ഉത്തരങ്ങൾ പറയണം. ഉത്തരങ്ങളെല്ലാം അറിഞ്ഞോണമെന്നില്ല. പറ്റുന്നത്ര ഉത്തരങ്ങളും പഠിച്ചു വരിക. ഏത് ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയാ കഴിയണം. ഓക്കെ? ജയശങ്കര. ജയശങ്കര. ഒരു കാര്യം പറഞ്ഞാട്ടെ. ഞങ്ങൾ ആദ്യമായിട്ട് കയറുവാണ് ക്ലാസ്സിൽ. അപ്പൊ അതുകൊണ്ട് ഇതിന് എങ്ങനെ ഈ ക്ലാസ് എല്ലാ ദിവസവും ആണോ? നമുക്ക് നമ്മുടെ ഈ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ എന്നൊരു സംഘടനയാണിത്. സംഘടനയെ കുറിച്ച് ജ്യോതിഷ്ജി ഞാൻ പറയണോ? ജ്യോതിഷ്ജി പറയുമോ? ബാലശങ്കരം എന്നുള്ള പരിപാടി എല്ലാ മാസത്തിലെയും ആദ്യത്തെ ശനിയാഴ്ചയാണ് നടത്തുന്നത്. ശനിയാഴ്ച 8 മുതൽ 9 വരെയാണ് ഈ പരിപാടി ഉണ്ടായിരിക്കുന്നത്. ഈ മാസം ഇപ്പൊ 3ാമത്തെ ശനിയാഴ്ചയിലേക്ക് വന്നത് മെയ് 2-ാം തീയതി
നമ്മുടെ ആദിശങ്കര ജയന്തിയായിരുന്നു. അത് നമ്മൾ ഇപ്രാവശ്യം പത്തനംതിട്ട ശ്രീ ശാന്താനന്ദ ഋഷിജ്ഞാന സാധനാലയത്തിൽ വെച്ച് നടത്തിയിരുന്നു. അത് കാരണമാണ് കഴിഞ്ഞ ആഴ്ച ഈ ക്ലാസ് ഉണ്ടാകാതിരുന്നത്. അതുകൊണ്ട് എല്ലാ മാസവും ആദ്യത്തെ ശനിയാഴ്ചയാണ് നമ്മൾ ഈ ബാലശങ്കരൻ ക്ലാസ് നടത്തുക. പിന്നെ അതിനുവേണ്ടി ഒരു ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ നടത്തുന്ന എല്ലാ പരിപാടികളെ കുറിച്ചുള്ള വിവരണങ്ങളും നമ്മൾ അതിനകത്ത് കൊടുക്കാറുണ്ട്, ലിങ്ക് കൊടുക്കാറുണ്ട്. കാലം നമ്മൾ ഓൺലൈനായിട്ടാണ് ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുന്നത്. അദ്വൈത ലഹരി എന്ന് പറഞ്ഞൊരു ക്ലാസ് നമ്മൾ നടത്തുന്നുണ്ട്. സനാതന ധർമ്മത്തെക്കുറിച്ചും വേദങ്ങളെക്കുറിച്ചും വേദാംഗങ്ങളെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഒരു പരിപാടി നടത്തുന്നത് ഡോക്ടർ ടി.വി. വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. അത് എല്ലാ മാസത്തിലെയും ആദ്യത്തെ ഞായറാഴ്ച. പിന്നെ ദിഗ്വിജയം എന്നുള്ളൊരു പരിപാടി ആചാര്യസ്വാമികളുടെ കൃതികളെയും അതേപോലെ അദ്ദേഹത്തിന്റെ ജീവചരിത്രമൊക്കെ പ്രതിപാദിക്കുന്ന ഒരു പരിപാടിയാണ് ദിഗ്വിജയം. അത് നമ്മുടെ സ്വാമിനി ജ്ഞാനാമനിഷ്ഠ പത്തനംതിട്ട ശാന്താനന്ദ ഋഷിജ്ഞാന സാധനാലയത്തെ സ്വാമിനിയാണ് ആ പരിപാടി നടത്തുന്നത്. അതുകൂടാതെ സനാതന ധർമാമൃതം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സനാതന ധർമ്മത്തെ കുറിച്ചുള്ള പരിപാടി, അത് നമ്മൾ എല്ലാ മാസവും 3-ാമത്തെ ഞായറാഴ്ചയാണ്. അതും നമ്മുടെ മേഖലയിൽ നമ്മുടെ എന്താ പറയുക, പല പ്രമുഖരായിട്ടുള്ള വ്യക്തികളാണ് അതിൽ പങ്കെടുക്കുന്നത്. ആദ്യത്തെ ഒരു പരിപാടി നടത്തിയിരുന്നത് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാടായിരുന്നു. അതിനുശേഷം രണ്ടാമത് വന്ന ഡോക്ടർ സരിത മഹേശ്വരൻ, മൂന്നാമത് പൂജനീയ ബ്രഹ്മശ്രീ നടുവിൽമട സ്വാമിയാരാണ്, പുഷ്പാഞ്ജലി സ്വാമിയാർ എന്ന് പറയും, നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രമായി ബന്ധപ്പെട്ടുകൊണ്ട്. കഴിഞ്ഞ മാസം വന്നിരുന്നത് ശശികല ടീച്ചറായിരുന്നു. ഈ മാസം നമ്മൾ ലാസ്റ്റ് 25-ാം തീയതി ഞായറാഴ്ച രാത്രി 8 മുതൽ 9 വരെ സ്വാമി അധ്യാത്മാനന്ദ സമ്പോധ് ഫൗണ്ടേഷൻ കൊല്ലം അദ്ദേഹത്തിൻ്റെയാണ് പ്രഭാഷണം. അതുകൂടാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ വൈശാഖ പുണ്യം എന്നുള്ള പേരിൽ ഇപ്പൊ ഈ വർഷത്തെ വൈശാഖ പുണ്യം നമ്മൾ മിസ് ചെയ്തിരിക്കുന്നു. കാരണം ഇതിനിടയ്ക്ക് ഈ പരിപാടി ആദിശങ്കര ജയന്തി വന്നതുകൊണ്ടാണ് 31 ദിവസം വൈശാഖ പുണ്യം എന്നുള്ള പേര് നമ്മൾ പരിപാടി നടത്താറുണ്ട്. അത് സത്സന്ധ്യ 257 എപ്പിസോഡുകൾ നമ്മുടെ കഴിഞ്ഞു. സത്സന്ധ്യ നമ്മൾ സന്ധ്യാസമയത്ത് എല്ലാ കുടുംബങ്ങളിലും നിന്നും നാമം ജീവിക്കുന്നതിന്റെ രീതിയിൽ തന്നെ നമ്മൾ അതാത് ചാപ്റ്റർ 34ഓളം ചാപ്റ്ററുകൾ ആദിശങ്കര ഫൗണ്ടേഷൻ ഉണ്ട്. ആ ഫൗണ്ടേഷന്റെ അതാത് ചാപ്റ്ററുകളാണ് ഓരോ സത്സന്ധ്യകളും നടത്തുന്നത്. അതും ഞായറാഴ്ചകളിലാണ് നടത്താറുള്ളത്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ്, ആദിശങ്കര ഫൗണ്ടേഷനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ഗ്രൂപ്പിൽ, ബാലശങ്കര ഗ്രൂപ്പിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യാം. തീർച്ചയായും കണ്ട് മനസ്സിലാക്കുക. ജയശങ്കര. കുട്ടികൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ബാലശങ്കരൻ ഗ്രൂപ്പില് ചേർന്നിട്ടില്ലാത്തവര് നമ്പർ തന്നാല് നമുക്ക് ബാലശങ്കരൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. അപ്പൊ എല്ലാ പോസ്റ്റുകളും നിങ്ങൾക്ക് അവിടുന്ന് കിട്ടും. ഓൾറെഡി ഞാൻ ഉഷേട്ടത്തിയുടെ നമ്പർ നമ്മുടെ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. ആ നമ്പർ നോട്ട് ചെയ്തിട്ട് ഉഷേട്ടത്തിയായിട്ട് നേരിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇടത്തെ തന്നെ അത് ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്തോളൂ. അല്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോളൂ, 9074998327. ഇതാണ് നമ്മുടെ ടീച്ചറിന്റെ നമ്പർ, 9074998327. ഈ നമ്പർ ഒന്ന് സേവ് ചെയ്തിട്ട് പേരും ഇതും പറഞ്ഞിരുന്നാൽ മതി. നമ്പരും കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. വിഷയത്തെ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ജയശങ്കര. 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 ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും എല്ലാ ക്ലാസ്സുകളിലും പങ്കെടുത്ത കുട്ടികൾ എല്ലാവരും പങ്കെടുക്കുക. നമ്മുടെ ബാലശങ്കര ഗ്രൂപ്പ് ഫോളോ ചെയ്യുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ജയശങ്കര. 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 ജയശങ്കര.